6 സിറ്റിംഗ് എംപിമാരെ വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഎം. ആലപ്പുഴയിൽ എം ആരിഫ് മത്സരിക്കും. ചാലക്കുടി എംപി ഇന്നസെന്റ് മത്സരിക്കുമെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാസർഗോഡ് എംപി പി കരുണാകരൻ ഇത്തവണ മത്സരിക്കില്ല. സതീഷ് ചന്ദ്രനെയാണ് പരിഗണിക്കുന്നത്. കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാലാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ JDS മത്സരിച്ച കോട്ടയം സീറ്റ് സിപിഎം ഏറ്റെടുക്കും. ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് കോട്ടയത്തേക്ക് പരിഗണിക്കുന്നത്. വടകരയിൽ മുഹമ്മദ് റിയാസിനും കോഴിക്കോട് പ്രദീപ് കുമാറിനുമാണ് പ്രഥമ പരിഗണന. ലോക് താന്ത്രിക് ജനതാദളുമായുള്ള ഉഭയകക്ഷി ചർച്ച തുടങ്ങി. വിവരങ്ങൾ VV അരുൺ നൽകും. അരുൺ, ഇതടക്കം ഈ 6 സിറ്റിംഗ് എംപിമാർ അടക്കം 16 സ്ഥലങ്ങളിലാണല്ലോ മത്സരിക്കുന്നത് CPM. അവിടെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ടോ? രഞ്ജിത്ത്, മുഴുവൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ഏകദേശ ധാരണയായി. ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഉറപ്പിച്ച് പറയാനും കഴിയും. അതിലൊന്ന് ആറ്റിങ്ങലാണ്. സമ്പത്ത് സിറ്റിംഗ് എംപി ഇവിടെ സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് KN ബാലഗോപാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. കൊല്ലത്ത് KN ബാലഗോപാൽ തന്നെ മത്സരിക്കും. ആലപ്പുഴയിൽ അരൂർ MLA ആരിഫാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. പത്തനംതിട്ടയിൽ രാജു എബ്രഹാമിന്റെ പേരാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. പത്തനംതിട്ടയിൽ ചില മാറ്റങ്ങൾ അവസാന നിമിഷം വരാനുള്ള സാധ്യതയുമുണ്ട്. കോട്ടയത്ത് പ്രഥമ പരിഗണന ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, ഉഴവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. CPM ചിഹ്നത്തിൽ തന്നെ ഇവിടെ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ആവശ്യം ജില്ലാ കമ്മിറ്റി ഉയർത്തിയിട്ടുണ്ട്. അവിടെ സിന്ധുമോൾ ജേക്കബ് CPM ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചേക്കും. ഇടുക്കിയിൽ ജോയിസ് ജോർജ് വീണ്ടും മത്സരിക്കും. എറണാകുളത്ത് P രാജീവിന്റെ പേര് തന്നെയാണ് ഇപ്പോഴും സജീവ പരിഗണനയിലുള്ളത്. P രാജീവിയുടെ സ്ഥാനാർത്ഥിയായി തന്നെയാണ് എല്ലാ സാധ്യതയും. ചാലക്കുടിയിൽ ഇന്നസെന്റ് വീണ്ടും ജനവിധി തേടുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്നസെന്റ് മത്സരിച്ചാൽ അത് ചാലക്കുടിയിൽ മാത്രമായിരിക്കും. അത് അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പരിഗണനയില്ല എന്നാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ചാലക്കുടിയിൽ ഇന്നസെന്റിന് ഒരു അവസരം കൂടി നൽകാൻ CPM തീരുമാനിക്കും. വടകരയിൽ മുഹമ്മദ് റിയാസിന്റെയും P സതിദേവിയുടെയും പേരുകളാണ് പരിഗണനയുള്ളത്. അവിടെ റിയാസ് തന്നെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. കോഴിക്കോട് മുഹമ്മദ് റിയാസിനൊപ്പം പ്രദീപ് കുമാർ MLA പേരുമുണ്ട്. പ്രദീപ് കുമാറിന്റെ പേരിനാണ് അവിടെ മുൻഗണന. പ്രദീപ് കുമാർ മത്സരിച്ചാൽ ആ സീറ്റ് തിരിച്ചുപിടിക്കാനാകുമെന്ന വിശ്വാസമാണ് അവിടുത്തെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. പാലക്കാടിൽ MP രാജേഷ് വീണ്ടും ജനവിധി തേടും. ആലത്തൂരിൽ PK ബിജുവിന് ഒരു അവസരം കൂടി നൽകാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. മലപ്പുറത്താണ് ഇനിയും വ്യക്തത വരേണ്ടത്. VP സാനുവിന്റെ SFIയുടെ അഖിലേന്ത്യാ നേതാവ് VP സാനുവിന്റെ പേരാണ് ഇവിടെ പരിഗണനയിലുള്ളത്. പൊന്നാനിയിൽ നിയാസ് പുളിക്കരകത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. കണ്ണൂരിൽ PK ശ്രീമതി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. കാസർഗോഡ് KP സതീഷ് ചന്ദ്രന്റെ പേരാണ് പരിഗണന. ഇത്തരത്തിൽ ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. പക്ഷേ നാളെ മണ്ഡലം കമ്മിറ്റികൾ ചേരും. ഈ കമ്മിറ്റികളിൽ കൂടി സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം അവതരിപ്പിക്കും. അവിടെ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഈ പട്ടികയുമായി തന്നെയാകും CPM മുന്നോട്ട് പോവുക. ചാലക്കുടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ നേരത്തെ ഇന്നസെന്റിനെതിരെ ചില മണ്ഡലം കമ്മിറ്റികൾ ചില വിമർശനം ഉന്നയിച്ചിരുന്നു. അത് പരിഹരിക്കാനാണ് ഇപ്പോൾ ഒരു സമവായ നീക്കം എന്ന നിലയിൽ നാളത്തെ ചർച്ചകൾ. അതുവരെ ഈ പേര് സ്ഥിരീകരിക്കാത്ത CPM കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കാത്തതിന് കാരണവും അതുതന്നെയാണ്. ഘടകകക്ഷികളുമായുള്ള ഉഭയ ചർച്ചയും പുരോഗമിക്കുന്നു. നേരത്തെ ലോക് താന്ത്രിക് ജനതാദളുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചർച്ച നടത്തി. അവരുടെ ആവശ്യം തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ വടകരയോ കോഴിക്കോടോ ഒരു സീറ്റ് നൽകണമെന്ന ആവശ്യം ലോക് താന്ത്രിക് ജനതാ നേതാക്കൾ മുന്നോട്ട് വച്ചു. അനുകൂലമായ പ്രതികരണം CPM-ന്റെ ഭാഗത്തുണ്ടായെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ജനതാദൾ എസുമായി ചർച്ച നടക്കുകയാണ്. K കൃഷ്ണൻകുട്ടി, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ K കൃഷ്ണൻകുട്ടി, മാത്യു തോമസ്, നീലലോഹിതദാസൻ നാടാർ, CK നാണു അടക്കമുള്ള നേതാക്കളാണ് ചർച്ചയിൽ. അത്തരത്തിൽ LDF-ന്റെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായി വരുന്നു. CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏതാണ്ട് തീരുമാനം ധാരണയായി എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അരുൺ നൽകുന്നത്. തൃശൂരിൽ KP രാജേന്ദ്രനെ വെട്ടാനുള്ള കാരണം ആ വാട്സാപ്പ് മെസ്സേജോ? സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വിവാദ പരാമർശം KP രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിയെ ബാധിച്ചു കാണുമെന്നാണ് തൃശൂർ MP CN ജയദേവന്റെ പ്രതികരണം. ജയദേവനെ മണ്ഡലത്തിൽ കണ്ടവരുണ്ടോ എന്ന വാട്സാപ്പ് മെസ്സേജാണ് KP രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തെറിപ്പിച്ചതെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വെളിപ്പെടുത്തൽ. തൃശൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് MP CN ജയദേവൻ മത്സരിച്ചില്ലെങ്കിൽ KP രാജേന്ദ്രനായിരുന്നു സാധ്യത. എന്നാൽ CPI സംസ്ഥാന കൗൺസിൽ രാജാജി മാത്യു തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. ജയദേവനെ മണ്ഡലത്തിൽ കാണാനാകില്ലെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച സന്ദേശമാണ് KP രാജേന്ദ്രന് പ്രതികൂലമായതെന്ന് പ്രചാരണമുണ്ടായിരുന്നു. ഈ പ്രചാരണമാണ് CN ജയദേവൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 മാസം മുമ്പ് നടന്ന ചില സംഭവങ്ങളാണത്. എന്നെ ബാധിച്ചിട്ടില്ല. രാജേന്ദ്രനെ ചിലപ്പോൾ ഒരു പരിധി വരെ ബാധിച്ച് കാണാം. CPIയുടെ ഏക MP ആയിരുന്നിട്ടും വീണ്ടും അവസരം നൽകാതിരുന്നതിനോടുള്ള CN ജയദേവന്റെ പ്രതികരണം ഇങ്ങനെ: സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ എന്നെ മാറ്റേണ്ട പ്രത്യേക സാഹചര്യങ്ങളൊന്നുമില്ല. അഥവാ അങ്ങനെ മാറ്റണമെന്ന് പാർട്ടി നേതൃത്വത്തിന് അഭിപ്രായം വന്ന സാഹചര്യത്തിൽ പിന്നെ രാജാജിക്ക് തന്നെ അതിൽ സാധ്യതയുള്ളൂ.
അതേസമയം സിറ്റിംഗ് എംപിയെ മാറ്റിയതിൽ അസാധാരണത്വമില്ലെന്നും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടിയിൽ തർക്കമില്ലെന്നും രാജാജി മാത്യു തോമസ് പ്രതികരിച്ചു. സിറ്റിംഗ് എംപിമാർ മാറിയിട്ടാണ് പുതിയ ആൾക്കാർ വരിക. അതിനകത്ത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമില്ല. ന്യൂസ് 18 തൃശൂർ. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതാ പ്രാതിനിധ്യമില്ലാത്തതിന് ന്യായീകരണവുമായി CPI ദേശീയ നേതൃത്വം. മത്സരിക്കുന്ന സീറ്റുകൾ കുറവായതിനാലാണ് വനിതകൾക്ക് അവസരം നൽകാത്തതെന്ന് ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളെ പൂർണ്ണമായും തഴഞ്ഞെന്ന വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് CPI നേതൃത്വത്തിന്റെ വിശദീകരണം. Party can contest larger number of seats. Naturally, we can give representation to women also. സംസ്ഥാന കൌൺസിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. പ്രമുഖരെ കണ്ട് പിന്തുണ തേടിയ C. ദിവാകരൻ AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കണ്ടു. തിരിച്ചിറങ്ങും വഴി MA ബേബിയുമായി സൗഹൃദ സംഭാഷണം. സ്ഥാനാർത്ഥിത്വം പാർട്ടി നൽകിയ അംഗീകാരമാണെന്നും പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്നും തൃശൂരിലെ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. സ്ഥാനാർത്ഥികൾ മാറുകയും പുതിയ ആൾ വരികയും ചെയ്യുന്നതിനകത്ത് അസാധാരണമായിട്ടുള്ളൊന്നുമില്ല. യാതൊരു പ്രശ്നവും ഞങ്ങളുടെ പാർട്ടിയിലില്ല. അത് പാർട്ടിയിൽ ഒരു പൊതുവായിട്ടുള്ളൊരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ഏകകണ്ഠമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും വയനാട്ടിൽ PP സുനീറും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സീറ്റിനു വേണ്ടി KM മാണിയുടെ മരുമകനും മുൻ ജില്ലാ കളക്ടറുമായ MP ജോസഫാണ് സഭയുടെ പിന്തുണ അവകാശപ്പെട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ചർച്ച നടത്തിയത്. സഭയ്ക്ക് മേധാവിത്വമുള്ള തൃശൂരോ ചാലക്കുടിയിലോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. 6 മെത്രാൻമാരുടെ പിന്തുണക്കത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറി. കേരള കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച ഇന്ന് പൂർത്തിയാകുമെന്ന് UDF കൺവീനർ ബെന്നി ബെഹ്റാൻ പറഞ്ഞു. കോൺഗ്രസ് നിലപാട് കഴിഞ്ഞ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീരുമാനം ഇന്നുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരള കോൺഗ്രസുമായി സംസാരം വെച്ചിട്ടുണ്ട്. ഇന്ന് പ്രശ്നങ്ങൾ തീരുമെന്ന് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആവശ്യങ്ങൾ പറയുകയും കേരള കോൺഗ്രസിന് പറയാനുള്ളത് കേരള കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസിന് പറയാനുള്ളത് പറഞ്ഞു. അവസാനം ഞങ്ങളുടെ തീരുമാനം ഇന്ന് കൂടി തീർക്കണമെന്നതാണ്. അപ്പോൾ തീരുമെന്നുള്ള പൂർണ്ണമായ പ്രതീക്ഷയോടെ ഞാൻ പോകുന്നു. ഡാനി പോൾ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഡാനി, ഇത്തരത്തിൽ കേരള കോൺഗ്രസുമായുള്ള വിഷയം പ്രശ്നങ്ങൾ അത് ഇന്ന് പരിഹരിക്കാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ എന്ത് ഫോർമുലയാകും കോൺഗ്രസിന് മുന്നോട്ട് വെക്കാനുള്ളത്? ഒപ്പം പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളും പരിഹരിക്കേണ്ടതുണ്ടല്ലോ മാണി വിഭാഗത്തിന്. രഞ്ജിത്ത്, ഇന്നത്തെ കൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള, പ്രത്യേകിച്ച് UDF കൺവീനർ അത് ഇക്കാര്യം വ്യക്തമാക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ യോഗത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒഴിച്ചുള്ള UDFിലെ മറ്റ് കക്ഷികളുടെ ഈ കാര്യമായി സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട മറ്റ് കക്ഷികളുടെ എല്ലാവരും തന്നെ നിലപാട് കേരള കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്, മാണി വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സീറ്റ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അവസാന ഫോർമുല എന്ന നിലയിൽ PJ ജോസഫ് തൻ്റെ കടുംപിടുത്തം തുടരുകയാണെങ്കിൽ, സീറ്റ് ഒന്നുകൂടി വേണം എന്നൊരു നിലപാട് തുടരുകയാണെങ്കിൽ അത് PJ ജോസഫ് നിർദ്ദേശിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ PJ ജോസഫ് അതിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ആ സീറ്റിൽ കേരള കോൺഗ്രസിന് ഒരു നിലപാട് എടുക്കേണ്ടതെന്ന് ഒരുപക്ഷെ ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. ഈ രീതിയിൽ ചർച്ചകൾ അവസാനിപ്പിക്കണം, ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇത് വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിൻ്റെ അതേ മാണിയുടെ മരുമകൻ കൂടിയായ മുൻ ജില്ലാ കളക്ടർ കൂടിയായ MP ജോസഫ് അല്പം മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി സീറ്റ് കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി തന്നെ തൃശ്ശൂരോ അല്ലെങ്കിൽ ചാലക്കുടിയോ സീറ്റുകളിൽ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ഇതിനുവേണ്ടി സീറോ മലബാർ സഭയ്ക്ക് മേഖലയിലുള്ള ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ്. ഇവിടെ സീറോ മലബാർ സഭയ്ക്ക് അവർക്ക് ആധികാരികമായ മുൻതൂക്കമുണ്ട്. ഇതിന് തെളിയിക്കുന്ന രീതിയിൽ, തനിക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ വിവിധ രൂപതകളിലെ അധ്യക്ഷന്മാരുടെ, ബിഷപ്പുമാരുടെ കത്തും അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. തന്നെ പരിഗണിക്കണം, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കത്ത് കൈമാറിയിട്ടുള്ളത്. ചർച്ച ശുഭപ്രതീക്ഷ നിറഞ്ഞതായിരുന്നുവെന്നും തൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹവും പങ്കുവച്ചത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കേരള കോൺഗ്രസുമായുള്ള നിർണായക ചർച്ചകൾക്ക് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ തുടക്കമാകും. രഞ്ജിത്ത്. ശരി ഡാനി. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ
ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് 20 മണ്ഡലങ്ങളിലും മീഡിയ റൂം തുറക്കും. ആത്മപ്രശംസയുള്ള അനാവശ്യ ഫ്ലക്സുകൾ ഒഴിവാക്കണമെന്ന് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ശില്പശാലയിൽ നേതാക്കൾ നിർദ്ദേശം നൽകി. ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് പ്രത്യേക പരിശീലനം നൽകും. ജനവികാരം പാർട്ടിക്ക് അനുകൂലമാണെങ്കിലും ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് ഇന്ദിരാഭവനിൽ മീഡിയ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാലയിൽ നേതാക്കൾ നിർദ്ദേശം നൽകി. പ്രാദേശിക തലം മുതൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നുകാട്ടണം. 20 മണ്ഡലങ്ങളിലും മീഡിയ റൂം തുറക്കും. രാഷ്ട്രീയ കൊലപാതകം മുതൽ തൊഴിലില്ലായ്മ വരെ ചർച്ചയാക്കാമെന്ന് പ്രതിനിധികളോട് നേതാക്കൾ. നമുക്ക് 2 ഘടകങ്ങൾ, ഒന്ന് ഇത് ജനങ്ങളിലെത്തിക്കാൻ സാധിക്കണം, 2 അത് വോട്ടാക്കി മാറ്റാൻ, അത് സംഘടന അതിൻ്റെതായ സംവിധാനങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ വരെ സജ്ജമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. അനാവശ്യ ഫ്ലക്സുകൾ ഒഴിവാക്കണമെന്ന് കെ മുരളീധരൻ നിർദ്ദേശിച്ചു. നമുക്കുണ്ടല്ലോ, എന്ത് വന്നാലുടനെ ഇന്ന കമ്മിറ്റിയിൽ അംഗമായ ഇന്ന ആൾക്ക് അഭിവാദ്യങ്ങൾ എന്നർപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കലും നമ്മൾ മോശക്കാരാവുന്ന ഒരവസ്ഥ ഭാവിയിൽ ഉണ്ടാവരുത്. എല്ലാവർക്കും അവർ സൂപ്പറാണ് ഫ്ലക്സ് വയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി പാർട്ടിയുടെ നയങ്ങൾ വിശദീകരിക്കുന്ന ബോർഡുകൾ വയ്ക്കുക. പാർട്ടിയിൽ കൂടിയാലോചിച്ച് ഏകാഭിപ്രായത്തിൽ എത്തിയ ശേഷമേ വിവിധ വിഷയങ്ങളിൽ നേതാക്കൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാവൂന്ന് ശില്പശാലയിൽ UDF കൺവീനർ. നിങ്ങൾക്ക് നിങ്ങളോട് ഒരു വിഷയം, നിങ്ങൾ എന്ത് പറയണം, നിങ്ങളെ കൊണ്ട് എന്ത് പറയിപ്പിക്കണം എന്നതിനെ കുറിച്ച് കൂടി മീഡിയ കമ്മിറ്റി അതിന്റെ ഒരു ഗൃഹപാഠം നടത്തി അവർക്ക് വേണ്ടത്ര സമയത്ത് വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. പാർട്ടിയുടെ പൊതു താൽപര്യത്തിന് വേണ്ടിയാകണം സോഷ്യൽ മീഡിയ ഉപയോഗമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ UDF തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 14 കോഴിക്കോട് തുടക്കം കുറിക്കും. ഇരട്ടക്കൊലപാതകം നടന്ന പെരിയ സന്ദർശിച്ച ശേഷം കോഴിക്കോടെത്തുന്ന രാഹുൽ കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. റാലി വൻ വിജയമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി കോഴിക്കോട് വരുമ്പോൾ ആ സമ്മേളനം ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന മഹാസംഭവമാക്കി മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു റാലി കോഴിക്കോട് ഇതുപോലെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് 7 ജില്ലകളിലെയും നേതാക്കന്മാർ ഈ കാര്യം അതീവ ഗൗരവത്തോടെ എടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. രാഹുൽ ഗാന്ധിയെ എത്തിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം തന്നെ ഗംഭീരമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. റാലി വൻ വിജയമാക്കേണ്ടതിന്റെ ആവശ്യകത പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് വടക്കൻ മേഖലയിലെ 7 ജില്ലകളിലെ DCC ഭാരവാഹികളുടെ യോഗം വിളിച്ച് റാലി വിജയിപ്പിക്കാൻ നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുത്തൻ ഉണർവ് നൽകുമെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ മാതൃകാ രൂപത്തിൽ ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അത് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യശസ് ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ ഉയർത്താൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പോരാട്ടമായിരിക്കും വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. 13 കൊച്ചിയിലെത്തുന്ന രാഹുൽ 14 രാവിലെ തൃശൂരിൽ മത്സ്യത്തൊഴിലാളി പാർലമെന്റിൽ പങ്കെടുക്കും. ഇരട്ടക്കൊലപാതകം നടന്ന പെരിയയിലും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട CRPF ജവാൻ VV വസന്തകുമാറിന്റെ വീടും സന്ദർശിച്ച ശേഷമാകും കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പാർട്ടി റാലിയെ അഭിസംബോധന ചെയ്യുക. ന്യൂസ് 18 കോഴിക്കോട്. ഉത്തർപ്രദേശിൽ അജിത് സിംഗിന്റെ RLDയും അഖിലേഷ് മായാവതി സഖ്യത്തിൽ. RLD 3 സീറ്റിൽ മത്സരിക്കും. അഖിലേഷ് യാദവും അജിത് സിംഗിന്റെ മകൻ ജയന്ത് ചൌധരിയും ചേർന്നാണ് സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല. പക്ഷേ കൂടുതൽ സീറ്റുകൾ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസിനെ വിശാല സഖ്യത്തിൽ കൊണ്ടുവരില്ലെന്നും അഖിലേഷ് സൂചിപ്പിച്ചു. 1 മാസത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് 3 സീറ്റ് എന്ന RLD നിർദ്ദേശം SP-BSP സഖ്യം അംഗീകരിച്ചത്. നേരത്തെ 2 സീറ്റുകളാണ് RLDക്ക് മാറ്റിവെച്ചിരുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് SP 37 സീറ്റിലും BSP 38 സീറ്റിലും മത്സരിക്കും. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്നും സഖ്യം പ്രഖ്യാപിച്ച അഖിലേഷ് യാദവ് അറിയിച്ചു. കോൺഗ്രസ് പാർട്ടി भी महागठबंधन में है. 2 सीटें कांग्रेस पार्टी के पास हैं, वो चुनाव लड़ेंगे. അജിത് സിംഗിന്റെ മണ്ഡലമായ ബാഗ്പത്, മകൻ ജയന്ത് ചൌധരിയുടെ മണ്ഡലമായ മധുരയ്ക്കും പുറമെ മുസാഫർ നഗറാണ് RLDക്ക് ലഭിക്കുക. പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തിയതോടെ ആദ്യം മാറ്റി നിർത്തിയ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തി മഹാസഖ്യത്തിനുള്ള ശ്രമങ്ങളും ഊർജിതമാണ്.
എന്നാൽ ഭൂരിപക്ഷം സീറ്റുകളിലും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന കോൺഗ്രസിനെ അനുനയിപ്പിച്ച് മുന്നണിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച നടത്തേണ്ടിവരും. ഇതിന് മായാവതി തയ്യാറല്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുമായി കൂട്ടുകൂടാനില്ലെന്ന് ഉറപ്പിച്ചു കോൺഗ്രസ്. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ ഷീലാ ദീക്ഷിതും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു തീരുമാനം. ഡൽഹിയിൽ 3 സീറ്റുകൾ നൽകാമെന്ന നിർദ്ദേശം ആം ആദ്മി മുന്നോട്ട് വെച്ചെങ്കിലും സഖ്യധാരണ വേണ്ടെന്നാണ് കോൺഗ്രസ് നിലപാട്. സഖ്യമില്ലെന്ന് ഉറപ്പായതോടെ ബിജെപിയും കോൺഗ്രസും തമ്മിൽ രഹസ്യധാരണ ഉണ്ടെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വിമർശനം. രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് സഖ്യത്തിനായി ആം ആദ്മി പാർട്ടി നടത്തിയ സമ്മർദ്ദം ഫലം കണ്ടില്ല. കഴിഞ്ഞയാഴ്ച 6 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും ചർച്ചകൾക്ക് വീണ്ടും വാതിൽ തുറന്നിരിക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി. 3 സീറ്റുകളിൽ വീതം മത്സരിക്കാനും 1 സീറ്റിൽ പൊതുസമ്മതനെ സ്ഥാനാർത്ഥിയാക്കാനുമായിരുന്നു AAP മുന്നോട്ട് വച്ച ശുപാർശ. ഫോർമുല കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സ്വീകാര്യമായിരുന്നെങ്കിലും സംസ്ഥാന ഘടകം ശക്തമായി എതിർത്തു. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് സഖ്യം വേണ്ടെന്ന अंतिम तीर्मानम. कांग्रेस पार्टी जो है अपने आप चुनाव लड़ेगी, किसी से गठबंधन नहीं करेगी. ये आपको लगता है, हमें नहीं लगता. अगर जो हमें लगता है ऐसा तो फिर हम कोई और किस्म का ഡിസിഷൻ लेते. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. സഖ്യം കോൺഗ്രസിനേക്കാൾ AAPക്ക് ഗുണം ചെയ്യുമെന്നായിരുന്നു ഷീലാ ദീക്ഷിത് അടക്കമുള്ള സംസ്ഥാന നേതാക്കളുടെ നിലപാട്. കോൺഗ്രസ് തുണയോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന AAP അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിന്റെ നേട്ടം കൊയ്യും. സഖ്യമില്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AAP തകരുമെന്നും നിയമസഭയിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാകുമെന്നുമാണ് സംസ്ഥാന ഘടകത്തിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് 18 ഡൽഹി. തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. ആകെയുള്ള 39 മണ്ഡലങ്ങളിൽ DMK 20 സീറ്റുകളിൽ മത്സരിക്കും. വൈക്കോയുടെ MDMK ഉൾപ്പെടെ 8 പാർട്ടികൾ മഹാസഖ്യത്തിന്റെ ഭാഗമാണ്. 2014 തകർന്നടിഞ്ഞ DMK ഇത്തവണ തമിഴകം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തർക്കങ്ങളില്ലാതെയും വിട്ടുവീഴ്ച ചെയ്തും മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം സ്റ്റാലിൻ പൂർത്തിയാക്കി. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിൽ 20 DMK മത്സരിക്കും. സംസ്ഥാനത്തെ 9 മണ്ഡലങ്ങൾക്ക് പുറമെ പുതുച്ചേരി ഉൾപ്പെടെ കോൺഗ്രസിന് 10 സീറ്റ്. VCK, CPM, CPI തുടങ്ങിയ കക്ഷികൾക്ക് 2 വീതം സീറ്റ് നൽകി. വൈക്കോയുടെ MDMK, മുസ്ലിം ലീഗ്, IJK, KMDK തുടങ്ങിയ പാർട്ടികൾ ഓരോ സീറ്റിൽ ജനവിധി തേടും. ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഏതൊക്കെ കക്ഷികൾ മത്സരിക്കണമെന്ന കാര്യത്തിൽ വ്യാഴാഴ്ച മുതൽ ചർച്ച തുടങ്ങുമെന്ന് MK സ്റ്റാലിൻ പറഞ്ഞു. കോയമ്പത്തൂർ, മധുര തുടങ്ങിയ സീറ്റുകൾ വിട്ടു നൽകണമെന്ന് CPM DMK നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. സംസ്ഥാനത്തെ 21 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ പാർട്ടികളും DMKക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സ്ഥാനാർത്ഥിയാക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടെ നടി സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ? മാണ്ഡ്യ മണ്ഡലം JDSന് നൽകാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങുമെന്ന വാർത്തകൾ പരക്കുന്നത്. മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന സുമലതയ്ക്ക് വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. 3 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അംബരീഷിന്റെ ഭാര്യയാണ് സുമലത. ഭർത്താവ് അംബരീഷ് പ്രതിനിധീകരിച്ച കർണാടകയിലെ മാണ്ഡിയിൽ സീറ്റ് സംഘടിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സുമലത. മണ്ഡലത്തിലെത്തിയ സുമലതയ്ക്ക് സ്ഥാനാർത്ഥിക്ക് ലഭിക്കും പോലെയുള്ള സ്വീകരണവും ലഭിച്ചു. കോൺഗ്രസ് മാണ്ഡ്യ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി താൻ തന്നെയായിരിക്കുമെന്ന് സുമലത പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ സീറ്റ് JDSന് നൽകാനാണ് കോൺഗ്രസ് JDS സഖ്യത്തിന്റെ തീരുമാനം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുമലത മത്സരിക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ നിർദ്ദേശിച്ചു. 98 മുതൽ 2008 വരെ 3 തവണ മാണ്ഡ്യയിലെ MPയും UPA സർക്കാരിൽ മന്ത്രിയുമായിരുന്നു സുമലതയുടെ ഭർത്താവ് അംബരീഷ്. 2018 നവംബർ 24-നാണ് അംബരീഷ് മരിച്ചത്. നിലവിൽ JDS പ്രതിനിധീകരിക്കുന്ന സീറ്റിൽ സുമലത മത്സരിക്കണമെന്ന വികാരം കോൺഗ്രസ് അണികളിൽ ശക്തമാണ്. രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കാനിരിക്കുന്ന കുമാരസ്വാമിയുടെ മകൻ നിഖിൽ ഗൌഡയ്ക്കും മാണ്ഡ്യയിൽ നോട്ടമുണ്ട്. കോൺഗ്രസ് അണികളുടെ പിന്തുണയോടെ സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാണ്ഡ്യയിലിറങ്ങിയാൽ കർണാടകയിലെ കോൺഗ്രസ് JDS സഖ്യത്തിന്റെ ഭാവിയെ തന്നെ അത് ബാധിച്ചേക്കും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.